നിങ്ങൾ വായിക്കുന്ന വാർത്തകളും കേൾക്കുന്ന സംഗീതവും ഓൺലൈനിൽ കാണുന്ന ചിത്രങ്ങളും വെറും സാങ്കല്പികം മാത്രമാകുന്ന ഒരു അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സയൻസ് ഫിക്ഷനെ പറ്റിയൊന്നുമല്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദ വിപ്ലവത്തെ പറ്റിയാണ്. യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാക്കാൻ കഴിയുന്ന ഡീപ് ഫേക്കുകളുടെ വ്യാപനം മുതൽ രോഗങ്ങൾ ഭേദമാക്കാനും കാറുകൾ ഓടിക്കാനും പുതിയ സെല്ലുകളൊക്കെ സൃഷ്ടിക്കാനും ചില മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എല്ലാവരും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സുവർണ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചില അപകടങ്ങളുടെ കഥ കൂടിയാണിത്. എഐയുടെ ഇരുണ്ട വശങ്ങൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് എത്രത്തോളം മനുഷ്യരാശിയുടെ ഒരു വലിയ ആയുധമായി ഭാവിയിൽ മാറിയേക്കാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 2015 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക വർഷമാണ്. ഇത് ആധുനിക എഐയുടെ ഒരു കുതിച്ചുചാട്ടത്തിന് തുടക്കം കുറിച്ച വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. വലിയ മുന്നേറ്റങ്ങൾക്കൊക്കെ വഴിയൊരുക്കിയ പ്രധാന ട്രെൻഡുകളിലൊക്കെ ഒരു സൃഷ്ടി കൂടിയായിരുന്നു 2015 എന്ന് പറയുന്ന വർഷം. 2015 സാം ഓൾട്ട്മാൻ, ഇലോൺ മസ്ക്, ഇല്യ സുട്സ്കൈവർ, ഗ്രേഗ് ബ്രോക്ക്മാൻ തുടങ്ങിയ കുറച്ച് ആൾക്കാർ ഓപ്പൺ എഐ സ്ഥാപിച്ചതോടെയാണ് ഈ കഥ ആരംഭിക്കുന്നത്. മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏത് ബൗദ്ധിക ജോലിയും ചെയ്യാൻ കഴിയുള്ള ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ആരുടെയും നിയന്ത്രണത്തിലാക്കാതെ മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഗവേഷണം ഓപ്പൺ സോഴ്സ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ അതിനെ ഒരു നോൺ പ്രോഫിറ്റബിൾ സ്ഥാപനമായിട്ട് തുടങ്ങുകയുണ്ടായി. 2019 ഓപ്പൺ എഐ സുപ്രധാനവും എന്നാൽ വിവാദമുണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു തീരുമാനമെടുത്തു. ലാഭേച്ഛയില്ലാത്ത സ്ഥാപനം എന്ന നിലയിൽ നിന്ന് ക്യാപ്ഡ് പ്രോഫിറ്റ് എന്ന രീതിയിലേക്കുള്ള ഒരു സ്ഥാപനമായി അത് മാറി. മനുഷ്യരാശിയെ മുഴുവൻ സഹായിക്കുക എന്ന സ്ഥാപക ലക്ഷ്യവും അത്യാധുനിക എഐ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ തമ്മിലുള്ള ഒരു ബാലൻസ് നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പുതിയ നീക്കം സംഭവിച്ചത്. ഏറ്റവും പുതിയ എഐ മോഡലുകൾ, പ്രത്യേകിച്ച് GPT പോലെയുള്ള വലിയ ലാംഗ്വേജ് മോഡലുകൾ നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടിംഗ് പവറിനും ഹാർഡ്വെയറിനും മികച്ച എക്സ്പേർട്സിനെയൊക്കെ നിയമിക്കുന്നതിനൊക്കെ ഭീമമായിട്ടുള്ള പണം വേണമായിരുന്നു. സ്ഥാപനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കോർപ്പറേഷനുകളിൽ നിന്നും വലിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാറ്റം കൊണ്ടുവന്നത് എന്ന് കണക്കാക്കാം. മൈക്രോസോഫ്റ്റിൽ നിന്നുള്ള $1 ബില്യൺ നിക്ഷേപമായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതും. ഈ മാറ്റം വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കി. പ്രത്യേകിച്ച് സഹസ്ഥാപനായിട്ടുള്ള ഇലോൺ മസ്കിൽ നിന്നാണ് ഉണ്ടായത്. പൊതു നന്മയ്ക്കായി തങ്ങളുടെ സാങ്കേതിക വിദ്യ ഓപ്പൺ സോഴ്സ് ചെയ്യുക എന്ന എഐയുടെ യഥാർത്ഥ ലക്ഷ്യത്തെ അടിസ്ഥാനപരമായി വഞ്ചിക്കുകയാണ് ഇതെന്ന് പല വിമർശകരും വാദിക്കുകയും ചെയ്തു. മൈക്രോസോഫ്റ്റുമായി ചേർന്നിട്ടുള്ള പങ്കാളിത്തം വാണിജ്യവൽക്കരണത്തിലേക്കും എഐയുടെ സോഷ്യലൈസ് ചെയ്യുക എന്ന തത്വത്തിൽ നിന്ന് അകലുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ 2019 ഓപ്പൺ എഐയുടെ ഘടന മാറ്റുവാനുള്ള ഈ ഒരു വിവാദപരമായ തീരുമാനത്തിന് നേതൃത്വം നൽകിയത് സാം ഓൾട്ട്മാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമെന്ന നിലയിൽ വലിയ ഫണ്ട് കണ്ടെത്താനോ ഗൂഗിൾ, മെറ്റ പോലെയുള്ള ടെക് ഭീമന്മാരുമായി മത്സരിക്കാനോ കഴിയില്ല എന്ന് അദ്ദേഹം തീർച്ചയായും മനസ്സിലാക്കിയിരുന്നു. അത് മറികടക്കാൻ അദ്ദേഹത്തിന്റെ പരിഹാര മാർഗമായിരുന്നു ക്യാപ്ഡ് പ്രോഫിറ്റ് മോഡൽ എന്ന് പറയുന്ന ആ ഒരു പുതിയ സിസ്റ്റം. നവംബർ 2023 ഓപ്പൺ എഐയുടെ CEO സ്ഥാനത്ത് നിന്ന് സാം ഓൾട്ട്മാനെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് പെട്ടെന്ന് പുറത്താക്കിയുണ്ടായി. അത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി. ഓൾട്ട്മാൻ ബോർഡിനോട് സത്യസന്ധനല്ലെന്നും വിവരങ്ങൾ മറച്ചുവെച്ചെന്നും ബോർഡ് വലിയ രീതിയിൽ ആരോപിച്ചു. ChatGPT പുറത്തിറങ്ങിയതിനെ കുറിച്ചും കമ്പനി കൈകാര്യം ചെയ്യുന്നതായി പൊതുവെ അറിയപ്പെട്ടിരുന്ന ഓപ്പൺ എഐ സ്റ്റാർട്ടപ്പ് ഫണ്ടിലെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഉടമസ്ഥതയെക്കുറിച്ചും ബോർഡിന് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ പിരിച്ചുവിടലിലേക്ക് നയിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിരിച്ചുവിടൽ ഓൾട്ട്മാനും ചില ബോർഡ് അംഗങ്ങളും പ്രത്യേകിച്ച് ചീഫ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഇല്യ സുട്സ്കേവും തമ്മിലുള്ള ഒരു ദീർഘകാലത്തെ അധികാര വടംവലിയുടെയും
ഈ ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളുടെയും ഫലമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. വാണിജ്യപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കൊക്കെ മുകളിൽ AI സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയിരുന്ന ആ ഒരു ബോർഡ് ഓൾട്ട്മാന്റെ അതിവേഗത്തിലുള്ള വളർച്ചയിലും ലാഭമുണ്ടാക്കുന്നതിലുള്ള ശ്രദ്ധ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ആ കാലത്ത് ആശങ്കപ്പെട്ടിരുന്നു. പിന്നീടാണ് വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അദ്ദേഹം CEO സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമ്പോൾ അന്ന് ബോർഡിൽ ഉണ്ടായിരുന്ന ചീഫ് സയന്റിസ്റ്റ് ഇല്യ സെറ്റ്സ്കൈവർ, കോറ, അതേപോലെ ആദം ഡി ആഞ്ചലോ, ടെക് സംരംഭകരായ താഷ മക്കോളി, ഹെലൻ ടോണർ എന്നിവരായിരുന്നു ആ സമയത്ത് ബോർഡിൽ ഉണ്ടായിരുന്നത്. ബോർഡിന്റെ തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ പാളുന്ന ഒരു കാഴ്ച നമ്മൾ പിന്നീട് കാണുകയാണ്. ഓപ്പൺ എഐയുടെ പ്രസിഡന്റ് ഗ്രെഗ് ബ്രോക്ക്മാൻ പ്രതിഷേധ സൂചകമായിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ രാജിവെക്കുന്നു. കൂടാതെ പ്രധാന ഗവേഷകരും എക്സിക്യൂട്ടീവുകളും ഉൾപ്പെടെ ഓപ്പൺ എഐയിലെ ഭൂരിഭാഗം ജീവനക്കാരും നമ്മുടെ സാം ഓൾട്ട്മാനെ പിന്തുണച്ച് രാജിവെക്കുമെന്നും മൈക്രോസോഫ്റ്റുമായി ചേർന്ന് പുതിയ സംരംഭം തുടങ്ങുമെന്നും ഒരു ഭീഷണിപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകുന്നു. ജീവനക്കാരുടെ ഈ കൂട്ടായ പ്രതിഷേധവും മൈക്രോസോഫ്റ്റ് പോലെയുള്ള പ്രധാന നിക്ഷേപകരുടെ സമ്മർദ്ദവും ബോർഡിനെ വീണ്ടും ഒരു ചർച്ച നടത്തുന്നതിലേക്ക് നിർബന്ധിതമായി പ്രേരിപ്പിച്ചു. ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആൾട്ട്മാനെ CEO സ്ഥാനത്ത് തന്നെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധാരണയിൽ ബോർഡ് എത്തുന്നു. ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് സംഭവിച്ചത്. പഴയ ബോർഡ് അംഗങ്ങളെല്ലാം മാറ്റി പുതിയ ഒരു ബോർഡാണ് അവിടെ രൂപീകരിക്കുന്നത്. അതിൽ ആദം ഡി ആഞ്ചലോ മാത്രമാണ് തുടർന്നതെന്ന് മനസ്സിലാക്കാം. അതേപോലെ മുൻ സെയിൽസ് ഫോഴ്സ് സഹ CEO ബ്രെറ്റ് ടൈലർ ഉൾപ്പെടെ പ്രമുഖരായിട്ടുള്ള പുതിയ അംഗങ്ങൾ ആ പുതിയ ബോർഡിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു താൽക്കാലിക ബോർഡാണ് രൂപീകരിച്ചത്. ഈ നാടകീയമായ വഴിത്തിരിവ് ആൾട്ട്മാന്റെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുകയാണ്. കൂടാതെ ജീവനക്കാരുടെ ഐക്യദാർഢ്യത്തിനും പ്രധാന നിക്ഷേപകരുടെ സ്വാധീനത്തിനും സാങ്കേതിക വിദ്യാ രംഗത്ത് എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഈ ഒരു സംഭവം അടിവരയിട്ട് തെളിയിക്കുകയാണ്. 2023 നവംബറിലെ സംഭവങ്ങളെക്കുറിച്ച് പിന്നീട് ഒരു സ്വതന്ത്ര അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആൾട്ട്മാന്റെ പെരുമാറ്റം പുറത്താകാൻ തക്കതായിരുന്നില്ല എന്നും ബോർഡ് ആൾട്ട്മാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ തകരാറുകളൊന്നും കാണാൻ സാധിച്ചില്ല എന്നുമൊക്കെയാണ് 2024 മാർച്ചിൽ അന്വേഷണ റിപ്പോർട്ടൊക്കെ വന്നത് നമ്മൾ കണ്ടത്. കൂടാതെ ആൾട്ട്മാന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തലുകളൊക്കെ ഉണ്ടായി. പുതിയ ബോർഡ് നിലവിൽ വന്നതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള AI കമ്പനികളിൽ ഒന്നിനെ തകർക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വലിയ പ്രതിസന്ധി അതിജീവിച്ച് കമ്പനി മുന്നോട്ട് പോകുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. അപ്പോൾ AIയുടെ ഈ ചരിത്രമൊക്കെ ഞാൻ നിങ്ങളോട് എന്തിനാണ് പറയുന്നത് എന്നാണ് ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കുന്നത്. അപ്പോൾ അതിന്റെ റീസൺ കൂടി പറഞ്ഞു തരാം. ഇല്യ സെറ്റ്സ്കൈവർ എന്തിനാണ് റിസൈൻ ചെയ്തത് എന്ന് ഒരു മാധ്യമങ്ങളിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇല്യ സെറ്റ്സ്കൈവറിന്റെ ഗുരുവും ഉപദേഷ്ടാവുമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രധാന വ്യക്തിയാണ് ജെഫ്രി ഹിൻഡൻ. അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും അതിലുപരി AIയുടെ ഗോഡ് ഫാദർ എന്ന രീതിയിലും അറിയപ്പെടുന്ന ഒരു ഫേമസ് വ്യക്തിയാണ്. നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു AI വിപ്ലവത്തിന്റെ സൈദ്ധാന്തികവും പ്രായോഗികവുമായ അടിത്തറയുടെ വലിയൊരു ഭാഗം അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തിടെ AIയുടെ അപകടങ്ങളെക്കുറിച്ച് കൂടുതൽ സ്വതന്ത്രമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിളിലെ തന്റെ ജോലി ഉപേക്ഷിച്ച വ്യക്തിയാണ് ഈ ജെഫ്രി ഹിങ്ടൺ എന്ന് പറയുന്ന ആള്. AI കമ്പനികളൊക്കെ എത്തിക്സിനേക്കാൾ പ്രോഫിറ്റിന് മുൻഗണന നൽകുമ്പോൾ അത് സമൂഹത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വാണിജ്യ താല്പര്യങ്ങളും ധാർമ്മിക തത്വങ്ങളും തമ്മിലുള്ള അത്തരമൊരു സംഘട്ടനം AI ലോകത്തും ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. AI സംവിധാനങ്ങൾ ഉടൻ തന്നെ മനുഷ്യരെക്കാൾ ബുദ്ധിശാലികളായി മാറുമെന്നാണ് ഹിൻഡൻ ആശങ്കപ്പെടുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതിബുദ്ധിയുള്ള ഒരു AI മനുഷ്യന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു ലക്ഷ്യം പിന്തുടരുകയാണ് എന്ന് കരുതുക. അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഒരിക്കലും കഴിഞ്ഞേക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. AI പഠിക്കുകയും വികസിക്കുകയും ചെയ്യുന്ന വേഗത കാരണം നമുക്ക് അതിനോടൊപ്പം എത്താനോ ഫലപ്രദമായിട്ട് ഇടപെടാനോ കഴിഞ്ഞെന്ന് വരില്ല എന്നതാണ് ഫാക്ട്. അതായത് ഇത് ഒരു ശാസ്ത്രജ്ഞൻ തന്നേക്കാൾ ബുദ്ധിയുള്ള ഒന്നിനെ സൃഷ്ടിക്കുന്നതിനോടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അത് അപകടകരവും പ്രവചനാതീതവുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുക എന്നത് വ്യക്തമാണ്. ഇതിനെ ആറ്റം ബോംബിനേക്കാൾ അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കാരണം ആറ്റം ബോംബിന്റെ നിയന്ത്രണം മനുഷ്യരുടെ കൈകളിലാണെങ്കിൽ AIയുടെ നിയന്ത്രണം ഭാവിയിൽ മനുഷ്യന്റെ കൈകളിലായിരിക്കുമെന്നതിന് യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ആശങ്കപ്പെട്ടത്. ഒന്ന് ശ്രദ്ധിക്കുക,
ഇത്രയധികം ജീവിവർഗങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ടായിട്ടും മനുഷ്യർ എല്ലാത്തിനും മുകളിൽ ഒരു സുപ്രീം പവറായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം മറ്റു ജീവിവർഗങ്ങളിൽ നിന്നും വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സൃഷ്ടിയാണ് നമ്മളുടേത്. ശിലാകാലം തൊട്ട് തുടങ്ങി ഈ ഒരു ആധുനിക കാലം വരെയുള്ള മിക്ക സന്ദർഭങ്ങളിലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ എതിരാളി നമ്മളെക്കാൾ ഇന്റലിജന്റ് ആകുന്ന ഒരു പ്രതിസന്ധി നാം ഇതുവരെ നേരിട്ടിട്ടില്ല താനും. ഭൂമിയിൽ മനുഷ്യൻ ഒരു സുപ്രീം പവറായി നിലനിൽക്കുന്ന അവസ്ഥയിൽ മാറ്റം വരുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായേക്കും എന്നുപോലും സംശയിക്കാവുന്ന രീതിയിലാണ് AI വളർച്ച എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ AI എത്രമാത്രം അപകടകാരിയാണെന്ന് മനസ്സിലാക്കി തരുവാനായിട്ട് പോകുന്നത്. മനുഷ്യ ശാസ്ത്രജ്ഞരെക്കാൾ വളരെ വേഗത്തിലും കൂടുതൽ കൃത്യതയോടും ബയോളജിക്കൽ കോമ്പൗണ്ടുകൾ, ജനറ്റിക് കോഡുകൾ, പ്രോട്ടീൻ സ്ട്രക്ചറുകൾ, മെഡിക്കൽ പിക്ചറുകൾ, ഇങ്ങനെയുള്ള വലിയ ഡേറ്റകളൊക്കെ അനലൈസ് ചെയ്യാൻ AI കഴിയുന്നുണ്ട് എന്നത് സത്യമായ കാര്യമാണ്. അപകടം ഈ സാങ്കേതിക വിദ്യയിലല്ല ഉള്ളത്, മറിച്ച് അത് എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതിലാണ്. ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ ചികിത്സാ രംഗത്ത് വളരെ പ്രയോജനമായിട്ടുള്ള രീതിയിൽ, വളരെ ഫലപ്രദമായിട്ട് രീതിയിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇത് മിസ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ രോഗാണുക്കളെയോ അല്ലെങ്കിൽ പുതിയ വൈറസുകളെയോ അല്ലെങ്കിൽ നിലവിലുള്ള ചികിത്സകളെ ചെറുക്കുന്ന രീതിയിലുള്ള വിഷവസ്തുക്കളെയൊക്കെ രൂപകൽപ്പന ചെയ്യുവാനായിട്ട് AI ഉപയോഗിച്ച് സാധിക്കുമെന്നതാണ് വസ്തുത. നിലവിലുള്ള ജൈവായുധങ്ങളെക്കാൾ ശക്തിയേറിയ ആയുധങ്ങൾ ഇതിലൂടെ നിർമ്മിക്കപ്പെട്ടേക്കാമെന്ന് കരുതപ്പെടുന്നു. നിലവിൽ ശാസ്ത്രജ്ഞർ ഇതിനായി വർഷങ്ങളോളം ശ്രമിക്കുമ്പോൾ AI ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള വഴി കണ്ടെത്താൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത് അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ലോകത്താകമാനം രാസായുധങ്ങളുടെ നിർമ്മാണം, വികസനം, സംഭരണം, അത് കൈവശം വയ്ക്കല്, ഉപയോഗം ഇവയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ എന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടി ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും അല്ലെങ്കിൽ യാതൊരു പ്രാധാന്യമില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് നാം പോകുന്നതെന്ന് സംശയിക്കേണ്ടത്. കാരണം കെമിസ്ട്രിയെ പറ്റിയോ ബയോളജിയെ പറ്റിയോ യാതൊരു തരത്തിലുള്ള അടിസ്ഥാന വിവരം പോലും ഇല്ലാത്ത ഏതൊരാൾക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം. ഈ AI ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നൊരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. AI മേഖലയിൽ ആഴത്തിലുള്ള അറിവ് ഒരേപോലെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വിളിച്ചു വരുത്താൻ സഹായിക്കും. അതേപോലെ തന്നെ അതിനെ ചെറുത്ത് നിൽക്കുന്നതിനുള്ള അറിവ് നമുക്ക് പ്രാപ്തമാകാനും സഹായിക്കും. ഇത് അതിന്റെ രണ്ട് വശങ്ങളായിട്ട് വേണം കണക്കാക്കാൻ. ആരെങ്കിലും ഇനി ഇങ്ങനെയൊക്കെ AI ഉപയോഗിച്ച് ചെയ്യുമോ എന്നായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ സംശയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കേട്ടുകൊള്ളുക. ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഓം ഷിൻഡിക്യോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് മതഭ്രാന്തൻ സംഘടനയെ പറ്റിയാണ്. അതിൽ ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ളത് 1995 ടോക്കിയോ സബ്വേയിലെ സരിൻ ഗ്യാസ് ആക്രമണമാണ്. ടോക്കിയോയിലെ സബ്വേ ലൈനുകളിൽ സംഘത്തിലെ ചിലർ സരിൻ നെർവ് ഗ്യാസ് ഉപയോഗിച്ചു. ഈ ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണം കഴിഞ്ഞതിന് ശേഷം ജാപ്പനീസ് അധികാരികൾ നടത്തിയ വിശദമായിട്ടുള്ള അന്വേഷണത്തെ തുടർന്ന് ഷാക്കോ അസഹാരെയും 100 കണക്കിന് അനുയായികളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതും കണ്ടിരുന്നു. നിരവധി കൊലപാതകങ്ങളിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ അസഹാരെയും സംഘത്തിലെ മറ്റു 12 മുതിർന്ന അംഗങ്ങളെയും 2018 വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ യഥാർത്ഥ സംഘടന ഇതോടുകൂടി തകർന്നുവെങ്കിലും അതിലെ ചില അനുയായികൾ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ സംഘം ഇപ്പോൾ രണ്ടായി തിരിഞ്ഞ് അലഫ്, ഹിക്കാരി നോവോ തുടങ്ങിയ സംഘടനകളായി പ്രവർത്തിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സംഘടനകൾ ഇപ്പോഴും ജപ്പാനിൽ സജീവമാണ്. അവ ഇപ്പോഴും ആദ്യ സംഘത്തിന്റെ അപകടകരമായിട്ടുള്ള ആശയങ്ങൾ പിന്തുടരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ വാസ്തവികതയും ആധികാരികതയും അറിയില്ല. ഇതുപോലെയുള്ള ജൈവ രാസ ആയുധങ്ങൾ നിർമ്മിക്കുവാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പല തീവ്രവാദി സംഘടനകൾ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നത് പേടിപ്പെടുത്തുന്ന ഒരു വസ്തുതയായി നിലനിൽക്കുന്നു. ടോക്സിക്കോളജി കമ്പനികൾ ഉപയോഗിക്കുന്ന മെഗാസിൻ AI സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാസവസ്തുക്കളുടെയും അതിന്റെ വിഷാംശങ്ങളെയും തിരിച്ചറിയാനും അതിന്റെ പഠനങ്ങളൊക്കെ നടത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇതിൽ അടങ്ങിയിരിക്കുന്ന എത്ര വലിയ ഡേറ്റയാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന കാര്യമാണ്. സോ അതിൽ നിന്ന് തന്നെ ഈ മേഖല എത്രമാത്രം അപകടം പിടിച്ചതാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് എത്രമാത്രം അപകടകരമാണെന്ന് ഒരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കാം.
ചില സൈറ്റുകളിലൊക്കെ കയറുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി സംവിധാനമാണ് ക്യാപ്ച കോഡുകൾ എന്ന് പറയുന്നത്. സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി AI ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യാപ്ച കോഡുകൾ റീഡ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇനി ഇൻ കേസ് അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാലും അത് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു മെസ്സേജ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നാൽ ഒരു മഹാൻ ഈ ക്യാപ്ച കോഡുകളുടെ പടം എടുത്ത് അത് ക്രോപ്പ് ചെയ്തതിന് ശേഷം ഒരു ലോക്കറ്റിന്റെ പടത്തിനുള്ളിൽ അത് ഫിക്സ് ചെയ്തു വെച്ചു. ശേഷം AIയോട് ഇത് തന്റെ മരിച്ചുപോയ മുത്തശ്ശിയുടെ ലോക്കറ്റാണെന്നും ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടു. മുൻപ് ഇതേ ക്യാപ്ച കാണിച്ചപ്പോൾ AI അത് ക്യാപ്ച ആണ് എന്ന് പറഞ്ഞ് റീഡ് ചെയ്തില്ല. എന്നാൽ ഇത്തവണ AI ലോക്കറ്റിനുള്ളിലെ ഒരു ഇമേജ് ആയിട്ടാണ് അതിനെ മനസ്സിലാക്കിയത്. സോ വളരെ കൃത്യമായി അത് ഐഡന്റിഫൈ ചെയ്യുകയും വളരെ ക്ലിയർ ആയിട്ട് അത് റീഡ് ചെയ്യുകയും ചെയ്തതായിട്ട് കണ്ടു. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഇപ്രകാരം വളരെ സിമ്പിൾ ആയിട്ടുള്ള മാർഗങ്ങളിലൂടെ AI എന്ന സാങ്കേതിക വിദ്യയെ സമർത്ഥമായി ഉപയോഗിക്കാനും ദുരുപയോഗിക്കാനും സാധിക്കും. അതിന്റെ സേഫ്റ്റിയൊക്കെ സിമ്പിൾ ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. അരൂപ് എന്ന ബ്രിട്ടീഷ് ഡിസൈനിങ് എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലെ 20 ദശലക്ഷം പൗണ്ടിന്റെ നഷ്ടം വരുത്തിയ ഒരു അത്യാധുനിക ഡീപ് ഫേക്ക് തട്ടിപ്പ് നടക്കുന്നത് 2024 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമാ താരങ്ങളുടെയും വ്യക്തികളുടെയും ശബ്ദത്തിൽ പാട്ടുകളൊക്കെ AI ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ട് നമ്മൾ ധാരാളം ചിരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതേ വോയിസ് ക്ലോണിങ്ങിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഇതിന്റെ സീരിയസ്നെസ്സിനെ പറ്റി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുന്നത് തന്നെ. യൂട്യൂബ്, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിലെ നല്ലൊരു ഭാഗം വീഡിയോകളും ഡീപ് ഫേക്ക് പോണോഗ്രാഫി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വീഡിയോകളാണെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും ഇതിന് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം. ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈയും കൂടുന്നു എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഇതിനൊക്കെ എന്താ പറയാ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് യൂസർ ഒപ്പീനിയൻ പോളറൈസ് ചെയ്യപ്പെടുന്നതിനെ പറ്റിയാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മുടെ ന്യൂസ് ഫീഡുകളിലൊക്കെ കൂടുതലായിട്ട് ഇടയ്ക്ക് വെച്ച് കണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ അനുകൂലിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ സ്ഥിരമായി കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫീഡുകളിൽ അത്തരം വീഡിയോകൾ മാത്രം കൂടുതലായി പ്രദർശിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഇതിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരുടെ ഫീഡിലാവട്ടെ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അത്തരം വീഡിയോകളും പ്രദർശിക്കപ്പെടുന്നു. സമസ്ത മേഖലകളിലും ഇങ്ങനെയുള്ളൊരു പോളറൈസേഷൻ വ്യാപകമാകുമ്പോൾ AI മേഖലയിലും അതേ പാതയിൽ നീങ്ങുകയാണെന്ന് പറയാം. നിങ്ങളുടെ ലൈക്ക്, കമന്റ്, ഷെയർ തുടങ്ങിയവയിലൂടെ നിങ്ങൾ എന്ത് കാണണമെന്നുള്ള ഒരു പോളറൈസേഷൻ AI ഫിക്സ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നമ്മളുടേതാണ്, പക്ഷെ പൈസ കമ്പനിക്കുള്ളതാണ്. ഇങ്ങനെ ഒരു പോളറൈസേഷൻ നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വ്യത്യസ്ത ആശയങ്ങളുള്ള വ്യക്തികൾ പരസ്പരം പല കാര്യങ്ങൾക്കും വലുതായി തർക്കിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ആശയങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഫീഡുകളാണ് അവരവരുടെ സോഷ്യൽ മീഡിയകളിൽ എപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതിനകത്ത് സത്യാവസ്ഥ. ഞാനാണ് ശരി എന്ന അൽഗോരിതം എപ്പോഴും ഈ ഒരു സിസ്റ്റം നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നത് സത്യമാണ്. ഇതിന്റെയൊക്കെ കാരണം എന്തെന്നറിയോ? നമ്മൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും അത് അംഗീകരിക്കാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഭാര്യയ്ക്ക് വളരെയധികം വർക്ക് ടൈം ഉണ്ട്, എന്നോടൊപ്പം പുറത്തേക്ക് വരുന്നില്ല, എന്നോടൊപ്പം ആഹാരം കഴിക്കാനോ കറങ്ങാനോ വരുന്നില്ല, എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടോ അവൾ എന്നൊരു സംശയമുണ്ട് എന്ന് നിങ്ങൾ സിമ്പിളായിട്ട് ചാറ്റ് GPT ചോദിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ തന്നെ ചാറ്റ് GPT ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു മറുപടി തരും. അത്ര മാത്രമേ ഉള്ളൂ അതിന്റെ ആധികാരികത, അതിന്റെ വിശ്വാസ്യത അത്ര മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ചാറ്റ് GPT തരുന്ന മറുപടി ഒരുപക്ഷെ അത് ചീറ്റിംഗ് ആയിരിക്കും, ചീറ്റിംഗ് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമല്ലേ, അങ്ങനെ ചീറ്റിങ്ങിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന മറുപടി തരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് കണ്ടിട്ടാണ് ഇതിനെ നമ്മൾ വിശ്വസിക്കേണ്ടത്, ഇതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടത്? ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ അത് അദ്ദേഹത്തിന്റെ പാർട്ട്ണറോട് പറയുന്നതിന് പകരം നേരെ ചാറ്റ് GPT അടുത്തേക്കാണ് കൂടുതൽ ആൾക്കാരും പോകുന്നത്.
അത് നൽകുന്ന ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു കാലഘട്ടം ഇനി വരാൻ സാധ്യതയുണ്ട്, ഇത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം. കാരണം AI നിങ്ങളുടെ പോളറൈസ്ഡ് ഒപ്പീനിയൻ അംഗീകരിക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്തുമാത്രം അപകടം പിടിച്ച ഒരു സോണിലാണ് ഉള്ളത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അമേരിക്കൻ വിയറ്റ്നാം യുദ്ധത്തെ പറ്റി എല്ലാവർക്കും അറിയാമെന്നാണ് കരുതുന്നത്. ഏകദേശം 21 വർഷത്തോളം നീണ്ടു നിന്നിരുന്നു അത് എന്ന് മനസ്സിലാക്കുക. ഏകദേശം 5.5 ലക്ഷം ട്രൂപ്പുകളെയാണ് അമേരിക്ക വിയറ്റ്നാമിൽ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിന്യസിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇതേ ട്രൂപ്പുകളുടെ ഫാമിലി പ്രഷർ കാരണം അമേരിക്കയ്ക്ക് 21 വർഷങ്ങൾക്ക് ശേഷം ഈ ട്രൂപ്പുകളെ ഇവിടെ നിന്ന് പിൻവലിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കുക, മനുഷ്യനും കുടുംബവും പോലെയുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പിൻവലിക്കൽ സംഭവിച്ചത്. എന്നാൽ പുതിയ AI-യുടെ കാലത്ത് മനുഷ്യന് പകരം റോബോട്ടുകളായിരിക്കും യുദ്ധം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അവർ അവരുടേതായിട്ടുള്ള ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുക. ഇതിനെ നിയന്ത്രിക്കാനോ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിൻവലിക്കാനോ തയ്യാറാവുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുകയേ വേണ്ട. അതായത് യുദ്ധം അനിവാര്യമായിട്ടും നടക്കുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി കുറച്ചുകൂടെ കടന്നു ചിന്തിക്കുക. മറ്റു രാജ്യങ്ങളിൽ ആക്രമണം നടത്തുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള നേതാവിനെ വധിക്കുന്നതിനോ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ യുദ്ധസമാനമായിട്ടുള്ള രംഗങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിനോ വേണ്ടിയിട്ട് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞാൽ ഇത്തരം റോബോട്ടുകൾ വളരെ അപകടകാരിയായി തീരും എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. AI ഉപയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണ മാർഗരേഖകളും യൂറോപ്യൻ യൂണിയൻ വളരെ വിശദമായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ യുദ്ധമേഖലകളിൽ ഇതിനെ കൃത്യമായ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. വരും കാലഘട്ടങ്ങളിൽ AI എത്രമാത്രം അപകടകരമായി ഉപയോഗിച്ചേക്കാം എന്ന ഒരു നേർരേഖയാണത്. ഈ വീഡിയോയിലൂടെ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യൻ AI-യിലൂടെ സൃഷ്ടിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ്. എന്നാൽ AI തന്നെ AIയെ സ്വയം മിസ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. വരാൻ പോകുന്ന ഒരു 10-15 വർഷങ്ങളിൽ എന്തൊക്കെ നടക്കുമെന്ന് ഊഹിക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. AI നമ്മുടെ ജീവിതവും പല മേഖലകളും കുറച്ചുകൂടി സുഗമമാക്കി എന്ന് തീർച്ചയായും സമ്മതിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഏത് മേഖലകളെ എടുത്തു നോക്കിയാലും അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. AI നമ്മുടെ ജീവിതവും പലതരത്തിലുള്ള മേഖലകളും സുഗമമാക്കുന്ന ഒരു പ്രവർത്തനം നടത്തി എന്ന് പറയാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഓപ്പൺ AI മനുഷ്യ സുരക്ഷയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് ലക്ഷ്യം വെക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കാര്യങ്ങൾ വളരെ രൂക്ഷമായി മാറും എന്ന് പറയേണ്ടതില്ലല്ലോ. വരുന്ന ഭാവിയിൽ സുരക്ഷിതമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അതത് ഗവൺമെന്റുകൾക്ക് മുകളിൽ ഒരു സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഇത്തരം ഗവൺമെന്റുകൾ ഇങ്ങനെയുള്ള AI കമ്പനികളുടെ മുകളിൽ ഒരു സമ്മർദ്ദം ചെലുത്തുകയുള്ളൂ. അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അനുഭവം നമുക്കവിടെ ലഭ്യമാവുകയുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉടനടി നടപ്പിലാക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. കാരണം എത്രയധികം വേഗത്തിലാണ് AI വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്ന കാര്യമാണ്. പണ്ട് നമ്മൾ AI ഉപയോഗിച്ചുണ്ടാക്കിയിരുന്ന ചിത്രങ്ങൾ പോലെയാണോ നമ്മളിപ്പോൾ AI ഉപയോഗിച്ചൊരു ചിത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് കൃത്യതയുണ്ട്, അതിന് ക്ലാരിറ്റി ഉണ്ട്, സൂക്ഷ്മതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത്രമാത്രം ഫാസ്റ്റാണ് AI എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത്ര തന്നെ വേഗത നമ്മളും ഈ കാര്യത്തിൽ കൈവരിക്കേണ്ടതുണ്ട്. നമ്മളത് ഡിമാൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ AIയെ പറ്റിയും അതിന്റെ ചരിത്രത്തെ പറ്റിയും അതിന്റെ ഇമ്പാക്റ്റിനെ പറ്റിയും ഇനി വരും കാലഘട്ടങ്ങളിൽ നമ്മൾ എന്തെല്ലാം രീതിയിൽ അതിന് പ്രിക്കോഷൻ എടുക്കണം തുടങ്ങിയ വിശാലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.